നമ്മുടെ ക്ലിനിക്കിലേക്ക് നിരന്തരം വരുന്നത് ഫാമിലി കേസസുകളാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടാകും, ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് വേറെ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടാകും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള കേസുകളാണ് ചിലപ്പോഴൊക്കെ ഈ മദർ ഇൻ ലോ, അതായത് ഭർത്താവിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ, അവരുടെ ഭയങ്കരമായിട്ടുള്ള എക്സസീവ് ഇൻ്റർവെൻഷൻ വല്ലാതെ അവർ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ കയറി കളിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ഒരു ഭാര്യയും ഭർത്താവും കല്യാണമൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലാതൊരു കുടുംബജീവിതമൊക്കെ തുടങ്ങാനിരിക്കുകയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആ ഒരു സമയം മുതലേ ഈ ഭാര്യക്ക് എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ടല്ലോ എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനും ഏതിനും ഈ ഭർത്താവ് ഉമ്മയോട് സമ്മതം ചോദിക്കുകയാണ്. ഉമ്മ, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്യണോ, ഞാൻ എന്താ അങ്ങനെ ചെയ്താൽ ഇപ്പം എന്താണ് പ്രശ്നമാകുക, സമ്മതം ചോദിക്കുക. അതേപോലെ സ്വന്തമായിട്ട് ഒരു തീരുമാനം പോലും ഇയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഭാര്യ, നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഇപ്പം നമ്മളൊരു പുറത്തേക്ക് പോവാണ്, അപ്പോൾ ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അതിനും എന്താണ് ആ ഒരു തീരുമാനം എടുക്കാനും നമ്മൾ വീട്ടുകാരെ കാക്കുക. അതായത് ഭാര്യക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പരിഗണന കൊടുക്കാൻ പലപ്പോഴും ഇയാൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം ഇയാൾ സ്വന്തം ഉമ്മയിലേക്ക് ഭയങ്കരമായിട്ട് ഓരോ തീരുമാനങ്ങൾക്കും സമ്മതങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഉമ്മയും മകനും തമ്മിൽ ഭയങ്കര ഒരു ഡിപ്പെൻഡൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഒറ്റ മകനായിരുന്നു, പിന്നെ വേറെ 2 പെൺമക്കളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റ മകനാകുന്നൊക്കെ സമയത്ത് ഒരു കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള അടുപ്പമുള്ള ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായേക്കാം. പക്ഷേ അത് ഈ കല്യാണ ജീവിതത്തിന് ശേഷം തുടരുമ്പോഴാണ് ഈ ഒരു ഭാര്യ ഭർത്താവിന്റെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പരിഗണന ഭാര്യയ്ക്ക് കൊടുത്തിരിക്കണം, ഒരു ഉമ്മ അല്ലെങ്കിൽ രക്ഷിതാവിന് കൊടുക്കേണ്ട പരിഗണന നമ്മൾ അവർക്കും കൊടുത്തിരിക്കണം. ഒരിക്കലും ഭാര്യയ്ക്ക് തോന്നാൻ പാടില്ല ഇയാൾ എന്നെ തീരെ നോക്കുന്നില്ലല്ലോ, എല്ലാ കാര്യങ്ങളും എല്ലാ സമയവും ഉമ്മയുടെ കൂടെയാണല്ലോ എന്ന് ഒരിക്കലും ഭാര്യയ്ക്ക് തോന്നാൻ പാടില്ല. അതേപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾക്ക് തോന്നാൻ പാടില്ല, ഓ ഇവൻ്റെ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളെയൊന്നും വേണ്ട, ഇന്നലെ വന്ന ഇപ്പം അവളെ വേണ്ടുള്ളൂ, നമ്മൾ കാലങ്ങളായിട്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊടുക്കുന്ന പെറ്റു വളർത്തി ഇത്രയും വലുതാക്കി നമ്മളെയൊന്നും വേണ്ട എന്ന് അവർക്കും തോന്നാൻ പാടില്ല. രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റികളാണ്. നമ്മൾ ഇവരെയും നോക്കണം, അവരെയും നോക്കണം. അപ്പോൾ ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഉമ്മ വല്ലാതെ പ്രശ്നങ്ങൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ രാത്രി എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴായിരിക്കുമല്ലോ ഈ ഭാര്യ സ്വന്തം ബെഡ്റൂമിലേക്കൊക്കെ പോവുക. അപ്പം അങ്ങനെയുള്ള സമയത്താണെങ്കിൽ പോലും ഇവർ ഭാര്യയും ഭർത്താവും റൂമിലുള്ള സമയത്താണെങ്കിൽ പോലും അവിടെ ഈ റൂമിൻ്റെ കുറ്റിയിടാൻ കതകിടാൻ ഉമ്മ സമ്മതിക്കാറില്ല. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ശൈലിയാണ് ഉമ്മയുടേത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരാകുന്ന സമയത്ത് അത്രയും പ്രൈവസിയൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുപോലും ഈ ഉമ്മ വകവെച്ച് കൊടുക്കാറുണ്ടായിരുന്നില്ല. ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ അത് കുഴപ്പമില്ല, അത് ഉമ്മ പറയുന്നല്ലേ, ഉമ്മ പറയുന്നത് പോലെ നമ്മൾ കേൾക്കേണ്ടത് എന്നൊരു ശൈലിയാണ് ഭർത്താവിൻ്റെത്. എന്ന് മാത്രമല്ല ഇവർ തമ്മിലുള്ള പ്രൈവറ്റായിട്ട് നടക്കുന്ന സംഭാഷണങ്ങൾ, പ്രൈവറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും നേരം വെളുക്കുന്ന സമയത്ത് അത് ഉമ്മയോട് പോയി പറയാണ്. ഉമ്മ, അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾ സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഒരു തേർഡ് പേഴ്സൺ അറിയുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇയാളാണെങ്കിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി വേറൊരു കാര്യം അന്ന് പറഞ്ഞത്, അവർ ഒരിക്കലും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് ഭർത്താവിനോടാണ് പറയുക. ഈ ഭർത്താവാണെങ്കിൽ ഉമ്മ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായത്. അപ്പം അങ്ങനെ ഒടുക്കം ഒന്നും പറ്റുന്നില്ല, ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കരുതിയപ്പോഴാണ് ഇവർ വളരെ നിർബന്ധിച്ചിട്ട് ഈ ഒരു ഭർത്താവിനെ കൂട്ടിയിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
ഈ ഭർത്താവിനാകട്ടെ, ഭർത്താവിനോട് എന്താ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമോ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അവക്ക് ഞാൻ വരണോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു, അതുകൊണ്ട് വന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ല എന്നാണ് ഈ ഭർത്താവിന് പറയാനുള്ളത്. അപ്പോൾ ഭർത്താവിന് അത് നമ്മൾ സാധാരണ ഈ ഒരു റിലേഷൻഷിപ്പ് കേസുകളൊക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേർക്കും ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് നല്ല മനസമാധാനമുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്താണ് നമുക്കൊരു പരിധിവരെ ഈ കൗൺസിലിംഗ് ഒക്കെ സക്സസ് ആകുക. അപ്പൊ ഇതിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒന്നുമില്ല, അവക്കെന്തോ പ്രശ്നമായിട്ട് ഞാൻ അത് തീർക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രമാണ് എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഇയാൾ നിന്നത്. അപ്പോൾ ഇയാൾക്ക് ആദ്യം ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ന് പറഞ്ഞാൽ അവള് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ വസ്ത്രം അലക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മാനെ സഹായിക്കുന്നുണ്ട്, അതൊക്കെ തന്നെയല്ലേ. പിന്നെ അവക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഞാൻ ചിലപ്പോൾ എടുത്തു കൊടുക്കാറുണ്ട്, ചിലപ്പോൾ എന്തൊക്കെ പൈസേൻ്റെ ആവശ്യം വരുമ്പോഴൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിൽ കൂടുതൽ ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പൊ ആ നിലക്ക് എങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് ഒരു വൈഫിന്റെ നീഡ്സ്, അതൊന്നും അറിയാതെയോ അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും ഇയാൾക്ക് ആരുമില്ല. ഇയാൾക്ക് എല്ലാത്തിനുള്ളത് ഈ ഒരു ഉമ്മ മാത്രമായിരുന്നു. എന്നാൽ ഈ ഉമ്മയാകട്ടെ തൻ്റെ അധികാര പരിധിയിലേക്കാണ് പുതിയൊരു പെൺകുട്ടി വന്നത്. അപ്പോൾ ഈ ഒരു മകന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നതിനേക്കാൾ ഉമ്മയുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ മകൻ എന്നെ വിട്ടു പോവോ, എന്നെ ഇവനും കൂടി ഒഴിവാക്കി പിന്നെ എനിക്ക് ആരാണ് എന്നുള്ള ഇൻസെക്യൂരിറ്റിയിലായിരുന്നു അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ എല്ലാ നിലക്കും ഓരോ പണികൾ എടുക്കുകയാണ്. അവരൊരു യാത്ര പോകുന്ന സമയത്ത്, രണ്ടുപേരൊരു ട്രിപ്പൊക്കെ പോകാന്ന് പറയുന്ന സമയത്ത് ഞാനും വരുന്നുണ്ട് എന്നുള്ള നിലക്കാണ്. അതേപോലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഞാനും വരുന്നുണ്ട്, എനിക്കും കൂടി കാണാമല്ലോ ഡോക്ടറെ. അപ്പൊ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ഉമ്മ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് ആദ്യം ഇതിൽ നമ്മൾ ഭർത്താവിനെ നന്നായിട്ട് ഒരു ഇൻസൈറ്റ് കൊടുത്ത്, നിങ്ങൾ ഈ രൂപത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവള് നിങ്ങളെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഭർത്താവിന് ഭയങ്കര സ്നേഹമൊക്കെയാണ്. സ്നേഹം കൊണ്ട് മാത്രം മതിയോ? ഇതിൽ എന്തൊക്കെ ചെയ്യണം? ഈ സ്നേഹം മനസ്സിൽ വെച്ചതൊന്നും കാര്യമില്ല. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എക്സ്പ്രസ് ചെയ്യണം. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നണം ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇയാൾക്ക് ശ്രദ്ധയൊന്നുമില്ല. എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവളെ, എൻ്റെ ജീവനാണ്, ഈ ജീവനായതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. അപ്പൊ ആ നിലക്ക് അയാൾക്ക് കുറെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തു. അതേപോലെ പിന്നീട് നമ്മൾ അയാളോട് പറഞ്ഞത് ഇതൊരു ഒരു 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 കുടുംബ പ്രശ്നമാണ്, കുടുംബത്തിലുള്ള വിഷയമാണ്. ഇതിൽ ഭയങ്കരമായിട്ട് ഉമ്മാക്ക് ഒരുപാട് റോളുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നീടുള്ള കൗൺസിലിംഗ് സെഷനിലേക്ക് ഉമ്മയെയും കൂടി നമ്മൾ പങ്കെടുപ്പിച്ചു. ഉമ്മക്കും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് 1-2 സെഷൻസ് കൊണ്ട് തന്നെ നമുക്ക് അതൊരു ഒരു 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 വെടിനിർത്തൽ പോലെ എല്ലാവരും ഒരു പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അവർ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ പല കുടുംബങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. ഉമ്മയും മകനും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ അതിലേക്ക് മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് ഈ ഉമ്മാന്റെ ഇൻസെക്യൂരിറ്റി അവിടെ വർക്ക് ചെയ്യാണ്. അത് കാരണമായിട്ടായിരിക്കും പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മകനാണ് ശരി തന്നെ, പക്ഷെ അവന് അവൻ്റെതായുള്ള ഒരു ജീവിതം വേണം. നമ്മൾ അതിൽ ഓവറായിട്ട് നമ്മൾ അതിൽ ഇടപെടുന്നുണ്ടോ എന്ന് ഇത് കാണുന്ന ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാവുന്നതാണ്. അതേപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട ആണുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതും ഭയങ്കരമായിരിക്കും. ഭാര്യയുടെ ഭാഗത്ത് എപ്പോഴും കുറ്റപ്പെടുത്തലായിരിക്കും, അതേപോലെ ഉമ്മാന്റെ ഭാഗത്ത് വേറൊരു പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ പെട്ടുകിടക്കുന്ന ഈ ചെകുത്താനും കടൽ എന്നൊക്കെ നമ്മൾ പറയാറേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ അവർ ശരിക്കും ലിറ്ററലി ആ ഒരു ഫീലിംഗിലായിരിക്കും അവരുണ്ടാകുക. അപ്പൊ അത്തരം ആരെങ്കിലും ഒക്കെ നിങ്ങളെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും. ഏതായാലും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.